ഗോമതി സ്റ്റോർ പൂട്ടിപ്പോവും. എന്താ പറഞ്ഞേ? ഗോമതി സ്റ്റോർ പൂട്ടിപ്പോകുന്നു? അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ അളിയനും വീട്ടുകാരും അകത്തായി. അവരെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ഈ പറയുന്ന സത്യമാണോ? അതെ. എന്താ സംഭവം? നിങ്ങൾ കുടുംബക്കാരായിട്ടും ഒന്നും അറിയുന്നില്ലേ? ബാലൻ ചേട്ടന്റെ മൂത്ത മരുമോള് ദേവി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, സ്ത്രീ പീഡനം എന്ന് പറഞ്ഞിട്ട്. പോലീസ് വന്ന് ബാലൻ ചേട്ടനെയും ആനന്ദിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ദേവമംഗലത്തെ എല്ലാവരും അഴിയണമെന്നാ കേട്ടെ. ഗോമതി ചേച്ചിയും പിള്ളേരെയും ഒക്കെ പിടിച്ചോണ്ട് പോയിന്ന് കേൾക്കുന്നു. എന്തായാലും ഇനി ഇന്ദിരാ സ്റ്റോറിന്റെ കാലോ. കേസ് സ്ത്രീ പീഡനോ. ബാലൻ ചേട്ടൻ കുറെ കാലം അകത്ത് കിടക്കും. ഗോമതി സ്റ്റോറൊക്കെ അടച്ചു പൂട്ടും. ആൾക്കാരൊക്കെ മൊത്തം സാധനം വാങ്ങാൻ ഇനി ഇങ്ങോട്ട് ഒഴുകും. ചേട്ടാ എന്താ വേണ്ട? എനിക്കൊരു 5 കിലോ അരി വേണം. അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ അളിയനും വീട്ടുകാരും അകത്തായി. ശരി. ധർമ്മേട്ടാ, നമ്മള് നേരത്തെ പരസ്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഏറ്റവും നല്ല പരസ്യമാ നമുക്കിപ്പം വീണ് കിട്ടിയിരിക്കുന്നത്. ബാലേട്ടൻ ഒരു ദുഷ്ടന്റെ ഇമേജ് ഉണ്ടാക്കും. നേരത്തെ ഇവിടെ വന്ന ആള് പറഞ്ഞതുപോലെ ആൾക്കാര് ഗോമതി സ്റ്റോറിനെ അങ്ങ് കൈവിടും. നമുക്കിനി ശുക്രദശയാ ധർമ്മേട്ടാ. ഗോമതി സ്റ്റോർ ചീഞ്ഞ് ഇന്ദിരാ സ്റ്റോറിന് വളമാവും. അവളുടെ ഒരു വാചകം കുറെ ദിവസം കൊണ്ട് ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ. നീയായിട്ട് അതിപ്പോ ചോദിച്ചു വാങ്ങിച്ചു. ഗോമതി സ്റ്റോർ അങ്ങനെ ചീഞ്ഞു പോവാൻ ധർമ്മൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല. ഇതെന്തോ കള്ളക്കേസാ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായ അറസ്റ്റ്. ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് പോവാ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്നെ കടയിൽ വെച്ച് തല്ലിയല്ലേ? നോക്കിക്കോ, എന്ത് സംഭവിച്ചാലും ശരി സുകന്യ ഗോമതി സ്റ്റോറിനെ പൊളിച്ചടുക്കും. സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായവര് അകത്ത് തന്നെ കിടക്കും. ആകാശേ, എവിടെയായിരുന്നു? എത്ര തവണ ഞാൻ വിളിച്ചു. ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? വിളിച്ചെടുക്കത്തൂല്ല, തിരിച്ചു വിളിക്കത്തൂല്ല. എന്താ ശബ്ദം വല്ലാതിരിക്കുന്ന? നിന്നെ അന്വേഷിച്ച് പോലീസ് ഓഫീസിൽ വന്നിരുന്നോ? പോലീസ് എന്നെ അന്വേഷിച്ചു വരാനോ? എന്തിന്? അല്ല, പോലീസ് ഞങ്ങളെ തിരക്കി വന്നു, അതുകൊണ്ട് ചോദിച്ചാ. ആകാശ്, എനിക്ക് മനസ്സിലായില്ല. മീനു, ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനില. ഞങ്ങളോ? ആ, ഞാനും ഏട്ടനും ആര്യനും അച്ഛനും അമ്മയും മിത്രയും അനുവും എല്ലാരും ഉണ്ട്. എന്തൊക്കെയാ പറയുന്നേ? അല്ല, നിങ്ങൾ എന്തിനാ സ്റ്റേഷനിൽ പോയേ? പോയതല്ല, പോലീസുകാർ ഞങ്ങൾ ഇവിടെ പിടിച്ചോണ്ട് വന്നതാ. പിടിച്ചോണ്ട് വന്നെന്നോ? ആകാശേ, എന്താ ഉണ്ടായെന്നൊന്ന് തെളിച്ചു പറ. ഏട്ടത്തി നമുക്ക് പണി തന്നു മീനു. പണി തന്നെന്ന് വെച്ചാ? അവര് നമുക്കെതിരെ കേസ് കൊടുത്തു.
എന്താ അവിടെ? ആരോട് ചോദിച്ചിട്ടാ ഫോൺ ചെയ്യുന്നത്? ഇവിടെ ഫോൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഫോൺ ചെയ്യണമെങ്കിൽ CA മാഡത്തിന്റെ പെർമിഷൻ വേണം. പട്ടി, മീനു, നീ പെട്ടെന്ന് വാ. ഞാനിപ്പോ തന്നെ വരാം. അല്ല, അമ്മ എന്തായി പറയുന്നേ? നമ്മൾ ഇതിൽ ഇടപെട്ട് അവരെ പുറത്തിറക്കണമെന്നോ? എന്റെ അമ്മേ, സത്യത്തിൽ ഇതൊന്ന് ആഘോഷിക്കാൻ എനിക്ക് തോന്നുന്നത്. ആ ബാലനെ ഒന്ന് സ്റ്റേഷനിൽ കയറ്റണമെന്ന് എത്രയോ കാലമായി ആഗ്രഹിക്കുന്നതാ. നമുക്കോ സാധിച്ചില്ല. ആ ഉദയഭാനുവെങ്കിലും ഇത് ചെയ്തല്ലോ. എന്തു ദുഷ്ടതയാടാ നീ പറയുന്നേ? സ്വന്തം ചോരയാ കേസിൽപ്പെട്ട് ജയിലിൽ പോവാൻ പോകുന്നേ. അനന്തനോടും അച്യുതനോടുവാ ഞാൻ ഈ പറയുന്നേ. നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പോകും സ്റ്റേഷനിലേക്ക്. അതും കള്ളക്കേസല്ലേ കൊടുത്തിരിക്കുന്നേ. മിത്രയും അനുശ്രീയൊക്കെയാ കൊണ്ടുപോയിരിക്കുന്നേ. പിള്ളേരെന്താ പിഴച്ചത്? നന്ദിതേച്ചി, സത്യം ഏതാ കള്ള ഏതാന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. എന്ന് വെച്ചാ ദേവമംഗലംകാര് ദേവിയോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണോ നീ പറയുന്നേ? ആണോ? അല്ല, അമ്മ അവളോട് ചൂടാവുന്ന എന്തിനാ? ദേവമംഗലംകാരുടെ കാര്യം ദേവമംഗലംകാര് തീർത്തോളും. ഇതേ ദേവമംഗലത്തെ കാര്യം മാത്രമല്ല, കൃഷ്ണമംഗലത്തെ കൂടിയാ. നീ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് രണ്ടും ഒറ്റ കുടുംബോ. അനന്ത, നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന എന്തിനാ? നിന്റെ തീരുമാനം പറ. അനന്തേട്ടാ, പാവം നമ്മുടെ മിത്ര. അവള് പേടിച്ച് വരച്ചായിരിക്കും സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഒന്ന് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ അനന്തേട്ടാ. അച്യുത, ഞാനൊരു കാര്യം പറയട്ടെ. അനന്തേട്ടാ, പാവം നമ്മുടെ മിത്ര. അവള് പേടിച്ച് വരച്ചായിരിക്കും സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഒന്ന് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ അനന്തേട്ടാ. അച്യുത, ഞാനൊരു കാര്യം പറയട്ടെ. ഏട്ടാ പ്ലീസ്, നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് മുഷിയരുത്. മുമ്പ് ബാലനൊപ്പം ഗോമതി ഇറങ്ങിപ്പോയപ്പോ നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ കുടുംബം നാണം കെട്ട് നിന്നു. ഇപ്പൊ ഈ ന്യായം പറയുന്ന അമ്മ അന്ന് എത്ര ദിവസമാ മരണ വീട്ടിലെ പോലെ ദുഃഖിച്ച് കിടന്നത്? ദേ, അന്ന് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ശപഥം ചെയ്തു. ജീവിതകാലത്തിനി ബാലനോടും ഗോമതിയോടും സന്ധിയില്ലെന്ന്. എന്നെങ്കിലും നമ്മൾ രണ്ടുപേരും അംഗീകരിക്കാതെ ഒരു കാര്യത്തിലും അവരുമായി യോജിക്കില്ലെന്ന്. അലോകിന് സംഭവിച്ചതൊക്കെ ഏട്ടത്തെയും കണ്ടതല്ലേ? മിത്രയെ പോലെ തന്നെയല്ലേ അവനും? അല്ലേ? മിത്രയ്ക്ക് വേദനിച്ച നിങ്ങൾക്ക് നോവും പോലെ അലോകിന്റെ കാര്യത്തിൽ ഏട്ടത്തെയും ഞങ്ങൾക്കുണ്ട് സങ്കടം. പിന്നെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയെന്നേ ഉള്ളൂ. ജാമ്യം വാങ്ങി അവരിങ്ങ് വന്നോളൂ. പക്ഷെ ജാമ്യം കിട്ടല്ലെന്നാ എന്റെ പ്രാർത്ഥന. ഏട്ടാ, ഏട്ടൻ സ്റ്റേഷനിലേക്ക് പോ, ഞാനും വരാം. അച്യുതൻ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്താൽ അത് വലിയ കുഴപ്പങ്ങളാവും ഉണ്ടാക്കുക. വരട്ടെ, നമുക്ക് നോക്കാം. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ നല്ലൊരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കാം. ആദ്യം കേസ് ഒത്തീർപ്പാവോന്ന് അറിയട്ടെ. കൂടപ്പിറപ്പുകളും കൈവിട്ടു. ഈശ്വര, ഇനി എന്റെ മോൾക്ക് നീയേ ഉള്ളു തുണ. മീനു ചേച്ചി, നമ്മുടെ അവസ്ഥ കണ്ടില്ലേ മോളെ? ദേവിക്ക് നമ്മളോട് ഇത്രയും പകയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അമ്മ ഒന്ന് സമാധാനിക്ക്. എങ്ങനെ സമാധാനപ്പെടാനാ?
ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ എത്ര അന്തസ്സായിട്ടാ ജീവിച്ച, എന്നിട്ട് അവരും അവരുടെ മോളും കൂടി നമ്മളെ കൊണ്ടെത്തിച്ചത് എവിടെയാ? ഗോമതി, നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇത് ചതിയാടോ, നമ്മളെ ചതിച്ച് തോൽപ്പിക്കാനുള്ള ശ്രമം. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ? നമ്മളോട് ഇങ്ങനെ ചെയ്തേനെ ആ പേരും കള്ളനെ അവന്റെ ഭാര്യയും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും, അല്ലാതെ ഞാൻ അടങ്ങില്ല. എടോ, പോലീസ് സ്റ്റേഷനകത്ത് നിന്നാണോ കത്തിക്കും കൊല്ലുന്നൊക്കെ പറയുന്നേ? ആ SI മാഡം എങ്ങാനും കേട്ട അടുത്ത ചാർജോട് വെച്ച് തരും. മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. ആനന്ദേട്ടാ, പോലീസ് സ്റ്റേഷനായത്. ഏട്ടാ പ്ലീസ്, ഇവിടെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകും. എല്ലാവരും ഒന്ന് സമാധാനമായിട്ട് നിൽക്കണം. ആകാശേ, ഇവരുപദ്രവിച്ചോ? ദേഹത്ത് കൈവച്ചോന്ന്? ദേഹത്തൊന്നും കൈവച്ചിട്ടില്ല, പക്ഷേ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട്. അവര് പറഞ്ഞോട്ടെ, തിരിച്ചൊരക്ഷരം പോലും പറയരുത്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പോലീസുകാർ ഒരുപാട് ചൊറിയാൻ വന്നാ തിരിച്ച് ഞാനും ചൊറിയും. വലിയ ആടുതോമ കളിക്കല്ലേ, പോലീസുകാർ എടുത്തിട്ട് പെരുമാറും. മുട്ടനാടിന്റെ ചോരയ്ക്ക് ഞാനെവിടെ പോവും? ആര്യ, കുറച്ച് സമയം നീ ഒന്ന് ക്ഷമിച്ചു നിൽക്കണം. ഏട്ടത്തി നമ്മുടെ കൂടെ നിൽക്കൂ. പോലീസുകാർ പലതും പറയും, ഉടനെ നീ കൈയും ചുരുട്ടി ഇറങ്ങരുത്, മനസ്സിലായില്ലേ? ന്യായം നമ്മുടെ ഭാഗത്താണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ന്യായം പറയാനുള്ള അവസരം പോലും കിട്ടില്ല. അത് ഓർമ്മ വേണം. എന്നാലും ദേവി എടുത്ത് ഇത്രയൊക്കെ ചെയ്യുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. ആര്യ, ഏട്ടത്തിക്ക് ഇതിൽ ഒരു പങ്കുമില്ല. മീനു, നീ അത് മാത്രം പറയരുത്. അവൾക്കിതിൽ പങ്കില്ലെന്നോ? അവള് നമ്മളെ എവിടെ എത്തിച്ചെന്ന് നീ കണ്ടില്ലേ? അമ്മയ്ക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ദേവിയെടുത്ത് അറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു? മീനു, നീ അവളെ ന്യായീകരിക്കരുത്. നമ്മൾക്കെതിരെ പരാതി കൊടുത്ത ദേവിയല്ലേ? അമ്മേ, ഏട്ടത്തി കൊടുത്ത പരാതി നമ്മൾ ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. മീനു, പരാതി കൊടുത്തത് അവള് തന്നെയാ. അതിനകത്ത് ഒരു സംശയം വേണ്ട. അവൾ അതല്ല, അതിനപ്പുറം ചെയ്യും. ആനന്ദേട്ടാ, ഏട്ടത്തി ഒരിക്കലും നമുക്കെതിരെ പരാതി കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏട്ടത്തിയുടെ മൊഴി വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. മീനു, ദേവി നമുക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കുമെന്ന് നിനക്ക് അത്ര ഉറപ്പുണ്ടോ? ഉണ്ട് അച്ഛാ. ഞാനും ഏട്ടത്തിയും ഇത്രയും അനുശ്രീയും ഞങ്ങളെല്ലാവരും ആ വീട്ടിൽ ഒരേ മനസ്സോടെ ജീവിച്ചവരാ. ഞങ്ങൾക്ക് പരസ്പരം എത്ര അറിയാമോ അതുപോലെ തന്നെ ഏട്ടത്തിയുടെ മനസ്സും ഞങ്ങൾക്കറിയാം. അച്ഛനമ്മ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഇതൊന്നും ഏട്ടത്തി അറിഞ്ഞുകൊണ്ടല്ല. ഇത് ഉദയഭാനു അങ്കിളും ശ്രീകല ആന്റിയും കൂടി ചേർന്നുണ്ടാക്കിയ ട്രാപ്പാ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും പൂർണ്ണമായിട്ട് വിശ്വാസം വരുന്നില്ലായിരിക്കും. സാരമില്ല, ഏട്ടത്തിയുടെ മൊഴി വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും പൂർണ്ണമായിട്ട് വിശ്വാസം വരുന്നില്ലായിരിക്കും. സാരമില്ല, ഏട്ടത്തിയുടെ മൊഴി വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മീനു, അവളുടെ മൊഴി എന്തായാലും ശരി, ഇനി ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതിന്റെ പിന്നിൽ ആ ശ്രീകലയാണെന്നല്ലേ നീ പറഞ്ഞത്? ആയിക്കോട്ടെ, പക്ഷേ അവള് ദേവമംഗലത്തെ ബാലനെയും ഗോമതിയെയും എവിടെയാ കൊണ്ടെത്തിച്ചെന്ന് നീ കണ്ടോ? നീയും ഇത്രയും അനു എന്റെ ആൺമക്കളും ഇന്ന് എവിടെയാ നിൽക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ.
ഈ അപമാനത്തിന് എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. അമ്മ, വെറുതെ ഇനി നമ്മളായിട്ട് വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോവരുത്. ഏട്ടത്തിയുടെ മൊഴി വന്ന ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസുകാർക്ക് മനസ്സിലാവും. ഈ കേസും അവസാനിക്കും. അങ്ങനെ അവസാനിപ്പിക്കണ്ട. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. അവളുടെ അച്ഛൻ കോടീശ്വരനാണെന്ന് പറഞ്ഞു. അവൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞ എന്നെയും നമ്മുടെ കുടുംബത്തെ അവൾ ചതിച്ചത്. ഒരുപാട് കള്ളങ്ങളുടെ മുകളിലാ ഞങ്ങളുടെ കല്യാണം നടന്നത്. ഇന്ന് വരെ അതിനൊന്നും ഞാൻ നിയമപരമായി പ്രതികരിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കുണ്ടായ വേദനകളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിലങ്ങ് സഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല. ഇനി ഞാനതിന് പ്രതികരിക്കും, നിയമപരമായി തന്നെ. അന്തേട്ടാ, ഏട്ടത്തെ നിരപരാധിയാണ്. മീനു, നീ ഇപ്പൊ പറഞ്ഞ ആ നിരപരാധി ഏട്ടത്തിയുണ്ടല്ലോ, ആ ഏട്ടത്തിയുടെ പേരില ഇന്ന് നമുക്ക് ഈ നാണക്കേടുണ്ടായത്. ഏട്ടാ, നമ്മൾ ഇനി തിരിച്ച് കേസ് കൊടുക്കാനൊന്നും പോണ്ട. എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി. പോണം, കേസിന് പോണം. ദേവി ഇനി എങ്ങനെ വേണമെങ്കിലും മൊഴി കൊടുത്തോട്ടെ. നമുക്ക് അനുകൂലമായിട്ടോ എതിരായിട്ടോ അത് നമ്മുടെ വിഷയമല്ല. നമുക്ക് അനുകൂലമായിട്ടായിരിക്കും ഏട്ടത്തിയുടെ മൊഴി. അതെന്തായാലും ഇനി എന്റെ തീരുമാനം മാറില്ല. എന്നെ ചതിച്ച ഈ കല്യാണം നടത്തിയത്. എന്നെ നമ്മുടെ കുടുംബത്തെ വഞ്ചിച്ച ആ ഉദയഭാനുവിനും അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ മകൾക്കും എതിരെ ഞാൻ കേസിന് പോവും. നീ മാത്രമല്ല അനന്തേ, ദേവമംഗലം കുടുംബമാണ് കേസിന് പോകുന്നത്. ഞാനാണ് കേസിന് പോകുന്നത്. ഈ കാര്യത്തിൽ നീ ഇനി ഒന്നും പറയണ്ട മീനു. നമ്മളെ അപമാനിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. ആ ശ്രീകല എന്റെ മുറ്റത്ത് നിന്ന് നമ്മളെ വെല്ലുവിളിച്ചിട്ടാ പോയത്. അവളുടെ മോള് കരഞ്ഞ ഓരോ കണ്ണുനീർ തുള്ളിക്കും ദേവമംഗലത്തുകാരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുന്ന അവള് പറഞ്ഞത് ഇപ്പോഴെന്റെ ഓർമ്മയിലുണ്ട്. അതിന്റെ കണക്ക് തന്നെയല്ലേ നമ്മളിപ്പോ കണ്ടത്. ഇനി ഉദയഭാനുവും ശ്രീകലയും അവരുടെ മകളും ദേവമംഗലത്തുകാരോട് കണക്ക് പറയട്ടെ. ഗോമതി, നീ ഒന്ന് അടങ്ങ്. ഇല്ല ബാലേട്ട, ഇത് നമ്മുടെ മോന്റെ ഭാവിയുടെ പ്രശ്നം, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. എന്റെ ബാലേട്ടനെ ഞാൻ ഈശ്വരന്റെ സ്ഥാനത്താ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള എന്റെ ബാലേട്ടന് ഇന്നിവിടെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നത്. ഇതിന് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. മാഡം, മേ ഐ കം ഇൻ? യെസ്. മാഡം, ഞാൻ മീനാക്ഷി. എനിക്ക് മാഡത്തിനോട് 2 മിനിറ്റ് സംസാരിക്കണം. ഇരിക്കൂ. എന്താ പരാതി? പരാതി പറയാൻ വന്നതല്ല മാഡം. പിന്നെ? ഇപ്പോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഗോമതിയുടെ മരുമോളാ ഞാൻ. ഓ, അത് ശരി. അവർക്ക് വേണ്ടി ന്യായം പറയാനാണ് വന്നതെങ്കിൽ വേണ്ട. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ദേവി ആരും ഉപദ്രവിച്ചിട്ടില്ല. അതൊക്കെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? ഞാൻ പറയാൻ തൽക്കാലം എനിക്ക് എന്റെ സമയം കളയാൻ താല്പര്യമില്ല. മാഡം, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥര് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? അവരെ തെറ്റ് ചെയ്തവരാ. അതെങ്ങനെ മാഡത്തിന് ഉറപ്പിക്കാൻ പറ്റും? അവർക്കെതിരെ കൃത്യമായ ശക്തമായ തെളിവുകളുണ്ട്. മാഡം, ഞാനും ആ വീട്ടിൽ തന്നെയാ താമസിക്കുന്നത്. ആകാശിന്റെ ഭാര്യയാ ഞാൻ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇന്ന് വരെ
ആ വീട്ടിൽ ഒരാള് പോലും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല, സങ്കടപ്പെടുത്തിയിട്ടുമില്ല. ഒരു തരത്തിലുള്ള പീഡനവും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ? അതെ. സ്വന്തമായി ജോലിയുണ്ട്, കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. സാമ്പത്തികമായി ആരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരിക്കാം. ദേവിയുടെ സ്ഥിതി അതുപോലെയാണോ? അങ്ങനെയല്ല മാഡം. ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. മിത്രയും ആ വീട്ടിലെ മരുമകളാ. അവൾക്കും ജോലിയോ വരുമാനമോ ഒന്നുമില്ല. മാഡം ഒന്ന് മിത്രയോട് ചോദിച്ചു നോക്ക്, ആ വീട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവളെ ദ്രോഹിച്ചിട്ടുണ്ടോന്ന്. മാഡം നല്ലൊരു ഉദ്യോഗസ്ഥയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അറിയാതെ പോലും മാഡം ഒരു തെറ്റിന് കൂട്ടു നിൽക്കരുത്. വാ, ഗോമതിയും കുടുംബത്തെ ആരെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അയക്കുന്നത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. പരാതിയിൽ പറഞ്ഞേക്കുന്നതിൽ ഒരക്ഷരം മാറ്റി പറഞ്ഞു പോയേക്കരുത്.